കഥയുടെ തുടക്കത്തിൽ കുറച്ച് പേർ കഥാനായകനായ മിസ്റ്റർ ഫൂനെ ഓടിച്ചിടുകയായിരിക്കും. അതേസമയം അതേ സ്ഥലത്ത് ഫൂജിൻ എന്ന നായികയെ അവളുടെ സ്റ്റെപ്പ് മദർ ആടുകളെ നോക്കാനായിട്ട് ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. അവളും ആടുകളെ നോക്കുന്ന സമയത്ത് മിസ്റ്റർ ഫൂനെ അവർ ഡ്രഗ് കൊടുത്തതിനാൽ അതിൻ്റെ ഒരു എഫക്റ്റിൽ അവളെ കണ്ടെപ്പാടെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് പെടുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അവനെ കണ്ടെത്താനായിട്ട് അവൻ്റെ ഫാമിലിയുടെ ജെറ്റ് പെൻഡന്റ് നൽകിയിട്ട് പോകുന്നു. 1 മാസത്തിന് ശേഷമാണ് പിന്നീട് കാണിക്കുന്നത്. മിസ്റ്റർ ഫു ഒരു വലിയ കമ്പനിയുടെ സിഇഒ കൂടിയാണ്. 1 മാസത്തിന് മുന്നേ അവനെ മയക്കുമരുന്ന് കൊടുത്തിട്ടുള്ള ആൾക്കാരെ പിടികൂടി കഠിനമായി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അസിസ്റ്റന്റ് വന്ന് പറയുകയാണ്. അപ്പോൾ കുറേയേറെ പ്രസ്സുകാർ വന്ന് മിസ്റ്റർ ഫു നാട്ടിൻ പുറത്തെ ഒരു പെൺകുട്ടിയെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നറിഞ്ഞ് നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താകുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല പെൺകുട്ടിയാണ് അവളെയാണ് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കാണുന്നത് എന്ന് പറഞ്ഞ് അവളെ ഓർക്കുന്നു. ഇവിടെ ഫുജിൻഷിൻ 1 മാസം പ്രഗ്നന്റ് ആണ്. ഏത് ഗ്രാമത്തിലാണെങ്കിലും പെൺകുട്ടികൾ വിവാഹത്തിന് മുന്നേ പ്രഗ്നന്റ് ആയെന്ന് കേട്ടാൽ സ്വന്തം വീട്ടുകാർക്കോലും തള്ളിക്കളയും എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അവളുടെ സ്റ്റെപ്പ് മദർ വാതിൽ തട്ടി നീ അകത്ത് എന്ത് ചെയ്യുകയാണ്, പുറത്തേക്ക് വരാനായി പറഞ്ഞു. കാര്യം എന്താണെന്ന് അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് അവളെ ഒരു വയസ്സനും കൊണ്ട് വിവാഹം കഴിപ്പിക്കാനാണ്. എന്നാൽ ആ ആലോചന കൊണ്ടുവന്ന തന്നെ അവളുടെ സ്വന്തം അച്ഛനാണ്. അയാൾ നിന്നെ നല്ലോണം നോക്കിക്കോളും, നിനക്ക് നല്ല ജീവിതമായിരിക്കും ഉണ്ടാവുക എന്ന് അച്ഛൻ പറയുമ്പോൾ അത്ര നല്ല കാര്യമാണെങ്കിൽ സ്റ്റെപ്പ് സിസ്റ്ററിനെ ചൂണ്ടിക്കാട്ടി ഇവളെ കെട്ടിച്ചാൽ പോരെ എന്ന് ഫുജിൻഷിൻ പറയുന്നു. കാരണം ചെറുപ്പം മുതൽ എന്ത് നല്ല സാധനം കിട്ടിയാലും ആദ്യം അനിയത്തിക്കായിരിക്കും കൊടുക്കുക, മോശമായതായിരിക്കും ഇവൾക്കും കിട്ടുക. ദേഷ്യമെന്ന അച്ഛൻ അവളൊരു അടി കൊടുത്തിട്ട് നിനക്കൊരു വിവാഹമുണ്ടെങ്കിൽ അത് അയാൾക്കൊപ്പമായിരിക്കും, ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കവേ തക്ക സമയത്ത് അവളെ കെട്ടാൻ പോകുന്ന ആ കിളവൻ ഹണി എന്ന് വിളിച്ചു വരുന്നു. ഇവിടെ മിസ്റ്റർ ഫൂനോട് അസിസ്റ്റന്റ് വന്ന് നിങ്ങളുടെ ഭാര്യയെ കണ്ടെത്തി, അവർ ഒരു ഉൾഗ്രാമത്തിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞതും നമ്മുടെ ആൾക്കാരോട് കൂടി അവളെ കൂട്ടിക്കൊണ്ടുവരാനായി റെഡി ആയിക്കോ എന്ന് പറഞ്ഞു ഓർഡർ നൽകുന്നു. ഇവിടെ കിളവൻ അവളെ മോശമായിട്ട് ഒരു നോട്ടത്തിൽ നോക്കി ഇവളെ എനിക്ക് ഇഷ്ടമായി, ഞാൻ ഇപ്പോഴേ കൊണ്ടുപൊക്കോളാം എന്ന് പറയുമ്പോൾ ഉടനെ അവൾ അയാളുടെ കാലിൽ വീണ് അങ്കൾ എന്ന് വിളിക്കുമ്പോൾ അവളെ തൊടാനുള്ള അവസരം മുതലെടുത്ത് കൈ തൊടുമ്പോൾ അവൾ വേഗം തട്ടി മാറ്റി. ഞാൻ നിങ്ങളെ ഒരു അച്ഛന്റെ സ്ഥാനത്താണ് കാണുന്നത്, ഈ വിവാഹത്തിന് യാതൊരുവിധ താല്പര്യമില്ലെന്ന് പറയുമ്പോൾ അയാൾ അവളെ അടിക്കുകയാണ്. അയാൾക്ക് മുന്നിൽ അവളുടെ അച്ഛനെയും അമ്മയെയും നാണം കെടുത്തിയതിനാൽ ഒരു ഭാഗ്യമില്ലാത്ത നിന്നെ ഇദ്ദേഹത്തിന് കൊടുത്തതിന് 3 ലക്ഷത്തിനാണ്, നീ എന്തൊക്കെ പറഞ്ഞാലും ഈ വിവാഹം നടന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ അയാൾ അവർക്ക് മുന്നിൽ കുറച്ചും കൂടി ക്യാഷ് വിതറുകയാണ്. അത് കണ്ട അവളുടെ സ്റ്റെപ്പ് മദറും സിസ്റ്ററും സ്വന്തം അച്ഛൻ വരെ കണ്ണു തള്ളിപ്പോകുന്നു. വേഗം അവൾ എഴുന്നേറ്റ് ഞാനൊരു വ്യക്തിയാണ്, ക്യാഷ് കൊടുത്ത് വാങ്ങാനോ വിൽക്കാനുള്ള ചരക്കല്ല എന്ന് പറയുമ്പോൾ ക്യാഷ് കണ്ട് കണ്ണു തള്ളിയ സ്റ്റെപ്പ് സിസ്റ്റർ ഇത്രയും ക്യാഷുള്ള അങ്കിളിനെ ചേച്ചി വിവാഹം ചെയ്താൽ ലൈഫ് ഫുൾ ക്യാഷിന് മീതെ കിടക്കാം, അങ്കിളിനൊപ്പം പോയി ജീവിക്കുമെന്ന് പറഞ്ഞ് അവളെ അയാളുടെ അടുത്തേക്ക് തള്ളിയിടുന്നു. ഉടനെ അയാൾ അവളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇവിടെ മിസ്റ്റർ ഫു അവൻ്റെ ഭാര്യ ആ ഗ്രാമത്തിലാണ് എന്നുള്ള കാര്യം ആ ഗ്രാമത്തിലുള്ള തലവന്മാർ അറിയുകയാണ്. ഇവിടെ ഇയാൾ അവളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ചേട്ടനായി കാണുന്ന കളിക്കൂട്ടുകാരനെ കാണുകയും അവൾ അയാളുടെ കൈമാറ്റി എന്നെ രക്ഷിക്കണം, എൻ്റെ വീട്ടുകാർ ഇയാൾക്ക് ഭാര്യയെ വിറ്റിരിക്കുകയാണ് പറയുമ്പോൾ നിങ്ങൾ ഇവളെ വെറുതെ വിട്ടില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ അയാൾ 3 ലക്ഷമുള്ള കാർഡ് കാണിച്ച് അയാളെ അയാളുടെ വരുതിയിൽ വരുത്തുന്നു. ക്യാഷ് കണ്ട ഉടനെ ചേട്ടൻ്റെ സ്വഭാവം മാറി അവൾക്ക് ഒരടി കൊടുത്തിട്ട് നിന്റെ വീട്ടുകാർ വിറ്റ് കഴിഞ്ഞു, ഇന്നു മുതൽ നീ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് അവളെ തള്ളി മാറ്റി ആ കാർഡ് എടുക്കുകയാണ്. അവനും ക്യാഷിനു മുന്നിൽ സ്വഭാവം മാറുമെന്ന് അവളും ഒട്ടും വിചാരിച്ചില്ല. ഇനി നിന്നെ ആരും രക്ഷിക്കാൻ വരില്ല, എൻ്റെ കയ്യിൽ ക്യാഷിൻ്റെ പവറുണ്ട്, അതുകൊണ്ട് ഈ ലോകം തന്നെ കീഴടക്കാമെന്ന് പറഞ്ഞ് അയാൾ അവളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. വീട്ടിലെത്തുമ്പോൾ അയാളെ ഫിസിക്കലായിട്ട് ഉപദ്രവിക്കുകയും അയാളിൽ നിന്ന് രക്ഷ നേടാൻ അവൾ അടുത്തിരുന്ന ടേബിളിലെ ലൈറ്റ് ലാമ്പ് എടുത്ത് അയാളുടെ തലയിലടിച്ചിട്ട് പോകുന്നു. അങ്ങനെ അവൾ ഓടി ഓടി ആ ഗ്രാമത്തിലെ ചീഫിന്റെ വീടിന് മുന്നിലെത്തി തന്നെ സഹായിക്കണം, 5 ലക്ഷം രൂപയ്ക്ക് ഒരു കിളവനെയും കൊണ്ട് വിറ്റിരിക്കുകയാണ് എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അവളുടെ വീട്ടുകാർ അവളെ പിടിച്ചുകൊണ്ടു പോകാനായി വരുന്നു. കറക്റ്റ് ടൈമിൽ ആ ചീഫ് വാതിൽ തുറന്ന് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഒരു പെൺകുട്ടിയുടെ നിർബന്ധിച്ചാണോ വിവാഹം കഴിക്കുന്നത്, ഞാൻ കേസെടുക്കും പറയുന്നു. എന്നാൽ അവളുടെ സ്റ്റെപ്പ് മദർ ഞങ്ങൾ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് എന്ന് പറഞ്ഞ് ആക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അവളെ ക്യാഷിന് വേണ്ടിയല്ലേ വിറ്റത്, നിങ്ങൾക്ക് വലുത് ഇളയ മകളാണ്, ഇവളെ എന്നും നിങ്ങൾ ഉപദ്രവിക്കുന്നത് ഈ നാട്ടുകാർക്കറിയാം എന്ന് നാട്ടുകാർ പറയുമ്പോൾ എല്ലാവരോടും മിണ്ടാതിരിക്കാൻ പറഞ്ഞ് ചീഫ് ഫുൻജിങ്ഷനോട് നിന്റെ വീട്ടുകാർ നിന്നെ വിൽക്കാൻ നോക്കിയോ, നിന്റെ കയ്യിൽ അതിന് വല്ല തെളിവുണ്ടോന്ന് ചോദിക്കുമ്പോൾ അവളും വീട്ടിൽ നടന്ന എല്ലാ കാര്യം ഫോണിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ
കാണിക്കുന്നു. എന്നാൽ ആ ചീഫ് ആ തെളിവെല്ലാം നശിപ്പിച്ച് അവർക്കൊപ്പം നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ആ ഗ്രാമത്തിലുള്ളവർ എല്ലാവരും ആ കാശുള്ള കിളവന് ഒപ്പമാണ്. നീയായിട്ടാണ് ക്യാഷ് വാങ്ങിച്ചതെന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്യുമെന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തി ആ കിളവനോട് ഇവളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാനായി പറഞ്ഞു. എന്നിട്ട് ഇവിടെ സിറ്റിയിൽ ഒരു കോടീശ്വരൻ നമ്മുടെ ഗ്രാമത്തിൽ വരുന്നുണ്ട്, അതും അവളുടെ അനിയത്തെ വിവാഹം കഴിക്കാനാണെന്ന് പറയുമ്പോൾ അവരും ഹാപ്പി ആവുകയാണ്. അവളുടെ അമ്മയുടെ വിചാരം ഫു ഗ്രൂപ്പിന്റെ സ്കൂളിൽ പോയപ്പോൾ ഇവളെ കണ്ട് അന്ന് മുതൽ മിസ്റ്റർ ഫു ഇഷ്ടപ്പെട്ടു തോന്നിക്കാണും എന്ന് പറയുമ്പോൾ അച്ഛന് ഇളയ മകളെ ഓർത്ത് പ്രൗഡാണ് തോന്നുന്നെന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നു. ആ കിളവൻ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ നേരത്ത് അവളുടെ കയ്യിലുണ്ടായി പ്രഗ്നൻസി ടെസ്റ്റ് കാണുകയും ഇവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞ ആ കിളവൻ ഒരടി അവൾക്കിട്ട് കൊടുക്കുകയാണ്. ഇവിടെ മിസ്റ്റർ ഫു അവളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് പണവും ക്യാഷും ഗിഫ്റ്റുമായി അവിടെ വീട്ടിലെത്തുമ്പോൾ ആരും തന്നെ ഉണ്ടാകുന്നില്ല. ഉടനെ അസിസ്റ്റന്റ് ഓടി വന്ന് മേഡത്തിനെ വയസ്സായ ഒരു കിളവനെയും കൊണ്ട് വിവാഹം കഴിക്കാനായി ഒരുക്കിയിരിക്കുകയാണ്. ഇത് കേട്ട മിസ്റ്റർ ഫുവിന് ദേഷ്യമാണ് വരുന്നത്. ഇവിടെ അമ്മയും അച്ഛനും അവളെ പൊതിരെ അടിക്കുകയാണ്. ഇനി വല്ല ഒരു കുടുംബത്തിലേക്ക് നിന്റെ അനിയത്തിക്ക് വിവാഹം വരുമോ? നീയാണ് അവളുടെ ഭാവി കളഞ്ഞത്. ഏതോരത്തിന്റെ കുഞ്ഞിനെ വെച്ച് നടക്കുകയാണോ എന്ന് പറഞ്ഞ് അവളെ പന്നിക്കൂട്ടിൽ ഇടാനായി പറയുന്നു. അവൻ പറഞ്ഞിട്ടുണ്ട്, എന്റെയും എന്റെ കുഞ്ഞിന്റെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാം. അവസാനമായിട്ട് അവൻ നൽകിയ ജഡ്ജ്മെന്റ് കാണിക്കുന്നു. അത് കാണുന്ന അവളുടെ അമ്മ അത് തട്ടിയെടുത്ത് നീ ഇപ്പോഴും അവനെ വിശ്വസിച്ചിരിക്കുകയാണോ എന്ന് പറഞ്ഞ് ചീത്ത പറയുകയാണ്. എന്നാൽ ആ കിളവന് അവളെ നഷ്ടപ്പെടാതിരിക്കാൻ അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാനായി ഒരു വടിയെടുത്ത് അടിക്കാൻ പോകുന്നു. കറക്റ്റ് ടൈമിൽ മിസ്റ്റർ ഫു അവിടേക്ക് എത്തുന്നു. വേഗം തന്നെ താഴെ ഉണ്ടായ ഒരു കുപ്പിച്ചില്ല് ആ കിളവന്റെ തലയിലിട്ട് എറിഞ്ഞു പൊട്ടിച്ച് അവളെ രക്ഷിക്കുകയാണ്. അവനെ കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലാവുകയും താൻ പ്രഗ്നന്റ് ആണെന്ന് അറിയിക്കുന്നു. നീ കാരണമാണ് അവൾ ഈ അവസ്ഥയിലാക്കിയത്. $500,000 തന്നിട്ട് പോയാൽ മതി. നിനക്ക് തരാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ നിന്നെ ജയിലിലാക്കും. എന്റെ മകളെ കാണാനായി ഒരു കോടീശ്വരൻ വരുന്നുണ്ട്. നിങ്ങളെപ്പോലെ ഒരു നാണം കെട്ടവന്മാരെ ഇവിടെ നിന്നാൽ അത് എന്റെ മകൾക്കായിരിക്കും നാണക്കേട്. വേഗം ഇവിടുന്ന് പോകാനായി പറയുമ്പോൾ ഈ മണ്ടന്മാർ അവളെ കാണാനായിരിക്കും വന്നതെന്ന് കരുതിയിരിക്കുന്നതെന്ന് മിസ്റ്റർ ഫു മനസ്സിൽ കരുതുന്നു. മിസ്റ്റർ ഫു പേടിച്ച് നിൽക്കുന്നതാണെന്ന് കരുതി ക്ഷമ പറഞ്ഞിട്ട് വേഗം ഇവിടുന്ന് പോകാനായി പറയുമ്പോൾ മിസ്റ്റർ ഫുവിന്റെ അസിസ്റ്റന്റ് നിങ്ങൾ ആരോടാണ് ക്ഷമ പറയാനായി പറയുന്നത്? അപ്പോൾ അവളുടെ സ്റ്റെപ്പ് മദർ മിസ്റ്റർ ഫുവിനെ മോശമായി പറയുമ്പോൾ അസിസ്റ്റന്റ് ഒരു അടി കൊടുക്കുന്നു. ചീഫിനോട് ചീഫ് ഇതെല്ലാം കാണുന്നില്ലേ? ഞാനൊരു കോടീശ്വരന്റെ അമ്മായിമ്മയാവാൻ പോവുകയാണ്. അവർ വരുന്നതിനു മുന്നേ ഇവരെ ഓടിക്കാനായി പറഞ്ഞ് ബഹളമുണ്ടാക്കുന്നു. അവളും പേടിച്ച് മിസ്റ്റർ ഫുവിനോട് ഇവിടെ നിന്ന് വേഗം പോകാനായി പറയുമ്പോൾ മിസ്റ്റർ ഫു അവളെയും കുഞ്ഞിനെയും ഇട്ടിട്ട് എങ്ങും പോകില്ല എന്ന് പറയുമ്പോൾ ചീഫിന്റെ മോശമായ സ്വഭാവം കണ്ട് മിസ്റ്റർ ഫു ഇയാൾക്കൊരു പാഠം പഠിപ്പിക്കാനായിട്ട് അയാളുടെ ജോലി മിസ്റ്റർ ഫു ഒരു ഒറ്റ കോളും കൊണ്ട് തന്നെ ഇല്ലാതാക്കുന്നു. ഇയാൾക്കും അയാളുടെ ജോലി പോയെന്ന് പറഞ്ഞ് ഒരു കോള് വരുമ്പോൾ ഒന്നും ഞെട്ടുകയാണ്. നീ ആരാണെന്ന് ചോദിക്കുന്നു. കണ്ണു തുറന്നു നോക്ക്, ഇദ്ദേഹമാണ് മിസ്റ്റർ ഫു. എന്നാൽ അതാരും വിശ്വസിക്കുന്നില്ല. ഇവൻ നമ്മളെ പറ്റിക്കുകയാണ്. എന്നെ കെട്ടാൻ പോകുന്ന കോടീശ്വരൻ വരും, വേഗം നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവിടെ അച്ഛനും അമ്മയും അനിയത്തിയും പോകുന്നു. എന്നിട്ട് ചീഫ് ഇവർ രണ്ടുപേരെയും ഇവിടുന്ന് വടിയെടുത്ത് ഓടിക്കാൻ പറയുന്നു. അപ്പോഴേക്കും ആ ഗ്രാമത്തിലെ ഗവർണർ വന്ന് മിസ്റ്റർ ഫുവിനെ കാണുമ്പോൾ എല്ലാവരോടും ഇത് മിസ്റ്റർ ഫു ആണെന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഷോക്കാവുകയും അയാളും തന്നെ ഒന്ന് ഞെട്ടുന്നു. ചീഫ് ഉൾപ്പെടെ എല്ലാവരും മിസ്റ്റർ ഫുവിൻ്റെ മുന്നിൽ മുട്ടുകൊത്തി ചെയ്ത തെറ്റിന് ക്ഷമ പറയുന്നു. അവൾക്കും വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. കോടീശ്വരനായ ഒരാളാണോ തൻ്റെ ഭർത്താവ്? അന്ന് നിങ്ങൾക്ക് ഡ്രഗ് കഴിച്ചതിനാൽ സംഭവിച്ചതാണ്. ഞാനിനി നിങ്ങളുടെ മുന്നിൽ വരില്ലെന്ന് പറഞ്ഞ് പോകുമ്പോൾ മിസ്റ്റർ ഫു അവളെ എടുത്തിട്ട് പൊക്കിക്കൊണ്ട് കൊണ്ടുപോവുകയാണ്. ഇവിടെ ഇവൾ വീട്ടിലെത്തുമ്പോൾ ഫു ജിങ്ഷന് നൽകാനായി കൊണ്ടുവന്ന ജ്വല്ലറീസും ഡ്രസ്സുമെല്ലാം ഇവർ ഇളയ മകൾക്കായിരിക്കുമെന്ന് കരുതി ഇട്ടു നോക്കുമ്പോൾ കറക്റ്റ് ടൈമിൽ ഫു ജിൻഷൻ വന്ന് അനിയത്തിക്ക് ഒരെണ്ണം പൊട്ടിച്ച് എനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് നിങ്ങൾ വൃത്തികേട്ട കൈ കൊണ്ട് തൊട്ടു പോകരുത്. അനിയത്തി അടിച്ചതിനാൽ അച്ഛൻ അവളെ അടിക്കാനായി വന്നപ്പോൾ മിസ്റ്റർ ഫു അച്ഛൻ്റെ കൈ തടഞ്ഞ് തള്ളിയിട്ടിട്ട് എൻ്റെ ക്യാഷ് തന്നെ എനിക്ക് തിരിച്ചു തന്നേക്ക്. ഗവർണർ വരുമ്പോൾ ഞങ്ങളുടെ സാധനം അവർ മോഷ്ടിക്കാൻ വന്നതാണെന്ന് പറയുമ്പോൾ ഗവർണർ അവരെ ഒരടി കൊടുത്തിട്ട് ഒരു കോടീശ്വരനോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയില്ലേ? മിസ്റ്റർ ഫു ഇവരെ എന്താണ് ചെയ്യേണ്ടത്? അത് എൻ്റെ ഭാര്യ തന്നെ തീരുമാനിക്കട്ടെ എന്ന് പറയുമ്പോൾ മിസ്റ്റർ ഫു എന്നവർക്ക് മനസ്സിലാവുകയാണ്. 3 പേർക്കും നല്ല പണിഷ്മെന്റ് കൊടുക്കാനായി അവളും പറയുന്നു. അവനും അവൾ പറയുന്നത് പോലെ ചെയ്യാമെന്ന് പറയുകയാണ്. മിസ്റ്റർ ഫു കൊണ്ടുവന്ന
എല്ലാം തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ അവർ വീട്ടിലേക്ക് പോകാൻ നേരത്ത് അവൾക്ക് ചെറിയ മയക്കം വരികയാണ്. ശേഷം വീട്ടിലെത്തുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ അവൾ റെസ്റ്റ് വേണം, ഇനി മുതൽ ഞാൻ നിന്റെ കൂടെ എന്നും ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവൻ മനസ്സിൽ പറയുമ്പോൾ അവൾ കണ്ണു തുറന്ന് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കുമോ, ഇത് ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളെന്ന് പറയുമ്പോൾ ഞാനാണ് നിന്റെ കുഞ്ഞിൻ്റെ അച്ഛൻ, അപ്പോൾ നിന്നെയും കുഞ്ഞിനെയും നോക്കേണ്ട ഉത്തരവാദിത്യം എനിക്കാണ്. അപ്പോൾ അവൻ്റെ അമ്മ വന്ന് എവിടെയാടാ ആ പെണ്ണിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ദേഷ്യപ്പെടുമ്പോൾ ആൻറ്റി ക്ഷമിക്കണം, എല്ലാം എൻ്റെ തെറ്റാണെന്ന് പറഞ്ഞ് അവളെ കാണുമ്പോൾ അവൻ്റെ അമ്മയ്ക്ക് അവളെ ഒത്തിരി ഇഷ്ടമാവുകയും നീ എന്നെ ആൻറ്റി ഒന്നും വിളിക്കണ്ട, അമ്മയെന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൾക്ക് അമ്മ ബ്ലാക്ക് കാർഡ് കൊടുക്കുകയാണ്. പക്ഷേ അതവൾ വാങ്ങുന്നില്ല. അത് കണ്ട് മിസ്റ്റർ ഫു നിനക്കായി തരാൻ അമ്മയുടെ കയ്യിൽ അത് മാത്രമേ ഉള്ളൂ, വാങ്ങിച്ചെന്ന് പറയുന്നു. എന്നിട്ട് അമ്മ അവൾക്ക് വേണ്ടി ഈ ലോകത്തിലെ മികച്ച നാനിയെ വിൽക്കുമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ അവൻ അവളോട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അവളുടെ ഇപ്പോഴത്തെ അച്ഛനും സ്റ്റെപ്പ് മദറും അവളുടെ സ്വന്തം പാരൻസ് അല്ല, അന്വേഷിക്കാനായി ആൾക്കാരെ പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഹാപ്പിയായി രണ്ടുപേരും കിസ് ചെയ്യുകയാണ്. അന്നേരം അവളുടെ കയ്യിൽ ഒരു ചെയിൻ കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു ലേഡി കാറിൽ പോകുമ്പോൾ അവരുടെ മകളുടെ ഫോട്ടോ കണ്ട് ഫീൽ ചെയ്യുമ്പോൾ അവരുടെ സെക്യൂരിറ്റി മാഡം ഞങ്ങൾ ഇപ്പോഴും മകളെ തേടുന്നുണ്ട്, വിഷമിക്കാണ്ട് ഇരിക്കാനായി പറഞ്ഞു. അവർക്കും മകളെ വേഗം കാണണമെന്നാണ് ആഗ്രഹം, കാരണം അവർക്കൊരു അസുഖമുണ്ട്, അപ്പോൾ എപ്പോൾ വേണമെങ്കിലും മരണം ഉറപ്പായിരിക്കും. ഇവിടെവൾ ഉറക്കം എഴുന്നേറ്റ് കാണുന്നത് നാനിയായിരിക്കും. ഇന്ന് മുതൽ ഇവരായിരിക്കും നിന്നെ നോക്കുന്നതെന്ന് പറഞ്ഞ് മിസ്റ്റർ ഫുവും അമ്മയും വരുന്നു. അവൾ ഇതെല്ലാം ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ബാത്റൂമിലേക്ക് ഓടുമ്പോൾ അവൻ അവളെ എടുത്തു പൊക്കിയിട്ട് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി അവളെ പല്ല് തേപ്പിക്കാൻ നോക്കുമ്പോൾ വേണ്ട ഞാനിതെല്ലാം ചെയ്തോളാം എന്ന് പറയുന്നു. അവൻ പുറത്തേക്ക് വരുമ്പോൾ അമ്മ പറയുന്നുണ്ട് അവളെ നല്ലോണം നോക്കിക്കൊള്ളണമെന്ന്. ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടെല്ലാം ഇരിക്കുമ്പോൾ ടേബിൾ എല്ലാ തരത്തിലും ഭക്ഷണം കണ്ട് ഇവൾ ഇതെല്ലാം ഞാൻ കഴിക്കണോ, എനിക്കിതൊന്നും വേണ്ട, ഇതെല്ലാം നിനക്കുള്ളതല്ല, എൻ്റെ കുഞ്ഞിനാണെന്ന് പറഞ്ഞ് അവൻ കെയർഫുള്ളായിട്ട് ചൂടുവരെ ഊതി കൊടുത്തിട്ട് ഭക്ഷണം കഴിപ്പിക്കുന്നു. അത് കണ്ട് എന്തിനാണ് എന്നെ ഒരു കുഞ്ഞിനെ പോലെ നോക്കുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ നീ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്, അതുകൊണ്ട് നിന്നെ നോക്കേണ്ട ഡ്യൂട്ടി എനിക്കാണ് എന്ന് പറഞ്ഞ് അവളുടെ വയറ്റിൽ കൈവച്ച് നിന്നെയും അമ്മയും ഞാൻ നോക്കുമെന്ന് പറയുന്നു. അവൻ്റെ ആ ഒരു സ്നേഹത്തിൽ അവൾ വീഴുകയാണ്. ശേഷം അവൻ്റെ അമ്മ മിസ്റ്റർ ഫോനും അവൾക്കും ഒരു കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നു. എങ്ങനെയാണ് അപ്പിയിട്ട ഡൈപ്പർ മാറ്റുന്നത്, ഒരു കുഞ്ഞിനെ എങ്ങനെ പിടിക്കണമെന്ന്. ഇതെല്ലാം കാണുന്ന അവൾ പുറത്ത് ബോസും കുടുംബത്തിൽ നല്ല ക്ഷമയും സൗമ്യമുള്ള മനുഷ്യനാണ്, എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ഏറ്റവും മികച്ചതാണെന്ന് ചിന്തിച്ച് അവൾക്ക് പ്രൗഡാവുകയാണ്. അന്ന് രാത്രി അവർ സംസാരിച്ചിരിക്കുമ്പോൾ മിസ്റ്റർ ഫുവിൻ്റെ അസിസ്റ്റന്റ് വിളിച്ച് അവരുടെ പ്രൊജക്റ്റ് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അതിനായി അബ്രോഡിൽ പോകണമെന്ന് പറഞ്ഞതും അവളെ കിസ് ചെയ്തിട്ട് പോവുകയാണ്. പക്ഷെ അവൻ ഫോൺ മറന്നു വെച്ചിട്ട് പോവുകയായിരിക്കും. ആ ഫോണ് അവൾ കൊടുക്കാനായി വന്നതും അവൻ അപ്പോഴേക്കും കാറെടുത്ത് പോയി കഴിഞ്ഞു. അന്നേരം അസിസ്റ്റന്റ് വന്ന് സാർ ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നത്തിൽ ഇടപെട്ടിട്ടില്ല, കമ്പനിനെ ആര് നോക്കുമെന്ന് പറയുമ്പോൾ അവളെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത മിസ്റ്റർ ഫോന് മേജർ മാനേജ്മെന്റ് ഡിഗ്രി എടുത്ത അവൾ ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നു. എന്നാൽ പിന്നെ നാളെ മുതൽ വരാനായി അസിസ്റ്റന്റ് പറയുന്നു. പക്ഷേ അവൾ സിയൊന്നും ആകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ മിസ്റ്റർ ഫോന് നാണം കെടുത്തിയ അവളുടെ വീട്ടുകാരെ ആ നാട്ടിൽ നിന്ന് ഓടിക്കുകയാണ്. എന്നിട്ട് വീട്ടിലെത്തിയ അവർ അവരുടെ മകൾക്ക് ക്യാഷ് നൽകി നീ സെറ്റിൽ പോയി അവളെയും കുഞ്ഞിനെയും അടിച്ച് പുറത്താക്കി മിസ്റ്റർ ഫോനെ വിവാഹം ചെയ്യാൻ പറയുന്നു. ഇവിടെ ഓഫീസിൽ മിസ്റ്റർ ഫോന്റെ ഭാര്യ കമ്പനിയിൽ വരുന്നതിനാൽ എല്ലാവരും അവളെ വെൽക്കം ചെയ്യാനായി എല്ലാം റെഡിയാക്കുകയാണ്. അപ്പോൾ ലിഫ്റ്റിൽ നിന്ന് ഫൂജിൻഷൻ വളരെ സ്റ്റൈലിഷായി വരുന്നു. പക്ഷേ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സും കൂളിംഗ് ഗ്ലാസും എല്ലാം അവൾക്ക് ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ വാഷ്റൂമിൽ പോയി ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ അവിടെ ക്ലീനിങ് സ്റ്റാഫിന്റെ വേഷം കാണുന്നു. അവളുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വേഷം അവിടെ അഴിച്ചിട്ട് ക്ലീനിങ് സ്റ്റാഫിന്റെ വേഷം ഇട്ട് പോകുന്നു. ഇവിടെ മിസ്റ്റർ ഫൂന്റെ കമ്പനിയിൽ ക്ലീനിങ് സ്റ്റാഫായിട്ട് ഇവൾക്ക് ഒരു ജോലി കിട്ടുകയാണ്. എന്നാൽ ഇവളുടെ യൂണിഫോം തപ്പി നോക്കുമ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. അന്നേരം അവൾ അഴിച്ചു വെച്ച എക്സ്പെൻസീവായ ഡ്രസ്സ് കണ്ട് അവൾ ആ ഡ്രസ്സ് ഇടാൻ തീരുമാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഫൈനൽ പാർട്ട് വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ.